നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗതം ആരാണവൻ? നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. അത് വേണ്ട. വേണ്ടെന്നോ? ആ സമയത്ത് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിലോ? അതിൽ ഒരുത്തരും ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ചേച്ചി എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുക അവര്. ചേച്ചി ഇവിടെ എങ്ങാനും ഉണ്ടെന്ന് അവരറിഞ്ഞാല് അവരിവിടെയും വരും. ചേച്ചി ഈ നിലയിൽ എത്തിച്ചത് അയാളുടെ സഹോദരിയാ. എന്നിട്ടും അവര് വെറുതെ വിട്ടോ? അവര് വലിയ ആൾക്കാരാ. ചേച്ചി സ്നേഹിച്ച ആളെ കൊണ്ട് അവരുടെ മകളെ കെട്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല. ഇപ്പൊ ചേച്ചി സ്നേഹിച്ച ആളും അവരുടെ മോളും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. അവരെ കൊണ്ട് ഞാൻ അതിനൊരു കണ്ടീഷനും വെപ്പിച്ചു. വിവാഹത്തിന് മുൻപ് ചേച്ചി എഴുന്നേറ്റ് നടന്ന ആ വിവാഹത്തിൽ നിന്ന് അവര് പിന്മാറണമെന്ന്. എനിക്ക് ചേച്ചിയെ എഴുന്നേപ്പിച്ച് നടത്തണം. ആ വിവാഹം നടക്കാൻ പാടില്ല. ചേച്ചി സ്നേഹിച്ചയാളും ചേച്ചിയും തമ്മിലുള്ള വിവാഹം വേണം നടക്കാൻ. അത് പോയിന്റ്. സ്നേഹിച്ചവർ തന്നെയാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അല്ല, ലച്ചുവിനെ പെരുവണ്ണാപുരത്തുനിന്നല്ലേ അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയത്? പിന്നെങ്ങനെയാ സ്വാതി ലച്ചുവിന്റെ ചേച്ചിയാവുന്നേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളിന്റെ കൂടെയല്ല ഞാനിപ്പോ ജീവിക്കുന്നത്, ചേച്ചിയുടെ കൂടെ. ഓ അങ്ങനെ. അപ്പോ നിങ്ങൾ തമ്മിൽ നല്ല ടേംസിലല്ല അല്ലേ? അതൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കരുത്. സ്വാതിയെ സ്നേഹിക്കുന്നയാൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലേ? ആരെ സ്വീകരിക്കണമെന്ന് അയാളല്ലേ തീരുമാനിക്കേണ്ടത്? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ 27 വർഷമായി തുടരുന്ന ശത്രുതയാ ആ വിവാഹം കൊണ്ട് അവസാനിക്കാൻ പോകുന്നത്. നിങ്ങൾ പുറമേ നിന്ന് കാണുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ആ മനുഷ്യൻ വീട്ടുകാർക്കും സ്നേഹിച്ച പെണ്ണിന് മുന്നിൽ ബലിയാടാവാണ്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നാൽ ആ മനുഷ്യൻ പിന്നെ ഉണ്ടാവില്ല. ചേച്ചിയുടെ മുറച്ചെറുക്കം കൂടിയ അദ്ദേഹം. ചേച്ചിയുടെ കാലുകൾ മുറിച്ചു മാറ്റാൻ ഡോക്ടർ പറഞ്ഞപ്പോ ചേച്ചിയായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉഴിഞ്ഞു മാറി. ചേച്ചി ഇപ്പോഴും നീയും മതി. അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടും. അപ്പോ വലിയൊരു ദുരന്ത കഥ കൂടി ഇതിന്റെ പിന്നിലുണ്ടല്ലേ? ആ വിവാഹത്തിന് മുൻപ് ചേച്ചി നടന്നു തുടങ്ങണം. എന്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ലച്ചുവിന് ഇത്രയും മനസ്സ് തുറക്കാൻ കഴിഞ്ഞത് നന്നായി. ലച്ചുവിന്റെ ചേച്ചിയെ നമ്മൾ എഴുന്നേറ്റ് നടത്തിക്കും. അതിനുവേണ്ടി എനിക്ക് കഴിയുന്ന എന്ത് ഞാൻ ചെയ്യും. എന്ത് വില കൊടുത്തും അവരാ വിവാഹം നടത്തുന്നല്ലേ പറയുന്നത്. എന്നാൽ എന്ത് വില കൊടുത്തും നമ്മൾ സ്നേഹിക്കുന്നവരുടെ വിവാഹം നടത്തും. അയ്യോ, ഞാനീ പറഞ്ഞതൊന്നും ഇവിടെ ആരോടും പറയണ്ട. ഇല്ലെന്നേ, നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ? അതെ, ക്ഷീണമൊക്കെ മാറിയെങ്കിലേ ലച്ചു വയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.